ഓ, ആറ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സെറ്റിലായി എന്നാണ് ഞാനിവിടെ കാനഡയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. നിങ്ങൾ പലരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഓവർ ടൈമും എക്സ്ട്രാ ഷിഫ്റ്റുകളൊക്കെ എടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ദൈനംദിന ചെലവുകൾ നടന്നു പോകാം എന്നല്ലാതെ ഒരു എക്സ്ട്രാ സേവിങ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ പേരൻസിനെ ഇഷ്ടം പോലെ പോയി കാണാനോ ഒരു വെക്കേഷൻ പോകാനോ ഒക്കെ ചെയ്യാൻ നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മളെ അനുവദിക്കാറില്ല അല്ലേ? അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്താനായിട്ട് എനിക്ക് വേറെ എന്ത് ഓപ്ഷനാണ് ഉള്ളത്, ഓവർ ടൈമും എക്സ്ട്രാ ഷിഫ്റ്റുകളും അല്ലാതെ എന്ത് ഓപ്ഷനാണ് ഉള്ളത് എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് എൻ്റെ ഈ വീഡിയോ. എൻ്റെ പേര് ആശ. ഞാൻ കാനഡയിൽ ആറനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. അപ്പോൾ ജോലി ചെയ്യുന്ന സമയം മുതൽ ഞാൻ ഒരു ഫുൾ ടൈമും പാർട്ട് ടൈമും രണ്ട് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കാൻ തുടങ്ങി. ഇനിയും ഒരു 10 വർഷം കൂടെ ഞാനിങ്ങനെ, അല്ലെങ്കിൽ ഒരു 20 വർഷം കൂടെ ഞാനിങ്ങനെ ജോലി ചെയ്താലും എൻ്റെ പല കടങ്ങളും വീട്ടാൻ പറ്റുകയില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തയിലാണ് ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ പറ്റി ആലോചിക്കുന്നതും അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്സിനെ പറ്റി അറിയുന്നതും. അപ്പം ഏതൊരു വെസ്റ്റേൺ കൺട്രീസിലും വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് ടാക്സ് പേ ചെയ്ത് എത്തിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനിത് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം എന്നെപ്പോലെ തന്നെ ഇപ്പം എനിക്ക് നിങ്ങളിൽ പലർക്കും ഉള്ള പോലെ തന്നെ എനിക്ക് ഒരുപാട് ഭയമുണ്ടായിരുന്നു. കാരണം എൻ്റെ ഞാൻ അത്ര സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല, എനിക്ക് സംസാരിക്കാൻ അത്ര അറിയത്തില്ല, അല്ലെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്നൊക്കെ ഞാൻ പല രീതിയിൽ ചിന്തിച്ച ആളാണ്. പക്ഷേ എന്നെപ്പോലെ തന്നെ ഈ ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആക്കുന്ന, ഇല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ളവർ ഈ ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആക്കുന്നു എന്ന് കണ്ടപ്പോൾ ഓക്കെ, എനിക്കും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇല്ലെങ്കിൽ ഞാനൊരു ബോൾഡ് സ്റ്റെപ്പ് എടുത്ത് വെച്ചാലേ എൻ്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരികയുള്ളൂ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പം അമേസിങ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് സൈറ്റുണ്ട് നമുക്ക്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് 2 ജോലിയുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. അപ്പം എൻ്റെ പോക്കറ്റ്സ് ഓഫ് ടൈമിൽ എനിക്ക് പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ടാണ് എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനും പറ്റിയത്. അമേസിങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ടും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്കൊരു മെൻറ്ററും കോച്ചും ഒക്കെ ഉണ്ട്, നമ്മൾ ഏതൊരു സ്റ്റെപ്പിലും നമുക്ക് സ്റ്റക്കായി എന്ന് തോന്നി നമ്മളെ സഹായിക്കാനായിട്ട്. അതുകൂടാതെ നമുക്കൊരു പ്രോഡക്ട്സ് ഒന്നും ഇങ്ങനെ കൊണ്ടു നടന്ന് സെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻവെൻട്രി കീപ്പിംഗ് ചെയ്യുകയോ ഷിപ്പിംഗ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും ഈ ബിസിനസ്സിൽ എലോണായിട്ട് നമുക്ക് തോന്നത്തേയില്ല. നമ്മുടെ പാർട്ട് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. അതിനുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും എല്ലാം നമുക്ക് തരും. അപ്പം ഈ ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ മൊത്തം കുറച്ച് വെബിനാർസ് ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ വെബിനാർസൊക്കെ കണ്ട് മനസ്സിലാക്കി എവിടെയെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഞാനും ഉണ്ടാകും. അപ്പോൾ കണ്ട് മനസ്സിലാക്കി ഈ ബിസിനസ് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഒരു കോംപ്ലിമെൻ്ററി വെബിനാർ കാണാനായിട്ട് ഈ കാണുന്ന ലേൺ മോർ ബട്ടണിൽ ഞെക്കിയോ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഇമെയിൽ ID അയച്ചു തന്നാൽ ഞാൻ ആ വെബിനാർ അയച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ ഇത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണോ വേണ്ടയോ എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വേണമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം. തന്നെ സാധാരണക്കാരായിട്ടുള്ളവർ ഈ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കും നമ്മുടെ പേടിയും ചമ്മലും ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു ബോൾഡ് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാം. താങ്ക് യു. സീ യു സൂൺ.